ഫ്രണ്ട്സ് ടൂറായിട്ട് പോവാം. അതെ, അങ്ങനെ അങ്ങനെ ഹീറോ എന്നെ പഠിക്കാതിരുന്ന ആറും അപ്പോഴൊരു മിയ പറഞ്ഞ ഒരു പെൺകുട്ടി, അവൾക്ക് ആറമ്മ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പറഞ്ഞു നടക്കാമായിരുന്നു. അത് നമുക്ക് മാരേജായി അറിയും, ആർക്കും അറിയില്ല. അതുമാത്രമല്ല ആറാം വീട്ടിലേക്ക് പോവായിരുന്നു. അങ്ങനെ ഹീറോ ഇങ്ങനെ ബിസി ആയിട്ട് ഓഫീസുമായിരുന്നു. അങ്ങനെ ആറാം പോകുന്ന കണ്ട് ബാക്കിയും ഇവരെവിടൊക്കെ പോകുന്നത്, ഇവനൊക്കെ അയ്യോ മറന്നു പോയല്ലോ ഇത് കൊടുക്കാൻ ഫോളോ ഇങ്ങനെ വന്നു. അങ്ങനെ ആറമ്മ ഒരു വണ്ടി വന്ന് കയറിയിട്ട് പോയി. ശരി, ഈ വണ്ടി ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഫോളോ ചെയ്യാൻ തുടങ്ങി. അതൊരു വലിയ വീട്. ഫ്രണ്ട് അകത്ത് പോകണം പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്രണ്ട് ആറമ്മ അകത്ത് പോയായിരുന്നു. ആറാമിൻ്റെ ഫ്രണ്ട് പറഞ്ഞു. ആറമ്മ ഇറങ്ങി പോകുമ്പോൾ ആറമ്മിൻ്റെ കൂടെ വണ്ടി വന്നു. സെക്യൂരിറ്റി കൺഫ്യൂസ് ആയി. ശരി, ഓക്കെ, വണ്ടി അകത്ത് പോയിട്ട് സെക്യൂരിറ്റി വിട്ടിരുന്നു. ആറം ഫോളോ ചെയ്തു. സെക്യൂരിറ്റി പറഞ്ഞു, സാർ നിങ്ങൾ ആറം ഇറങ്ങിയായിരുന്നു. ആറം ഷോക്കായി. ആറമ്മക്ക് ആരാ നിങ്ങളെന്താടാ ഇവിടെ വന്നത്? ഇതാറാം നിൻ്റെ ആറമ്മിൻ്റെ ഒരു കുട്ടി ബഞ്ച് ഒരു കുട്ടി ഒരു ഗിഫ്റ്റ് പോലെ ഒരു പെട്ടി താഴെ വന്നിരുന്നു. ആറാം പറ ഡാൻസ് മച്ചാ ഇത് ആറാം പറയാൻ തുടങ്ങി. സംസാരിക്കായിരുന്നു. ഹീറോയിൻ്റെ കാറ് വന്നു. ഹീറോ കാറിന് ഇറങ്ങി. അങ്ങനെ ആറാമിനെ നോക്കത് എടാ ഷുഗർ പറയാൻ തുടങ്ങി. ഇവളും ബിസിനസ്മാൻ ആടലല്ലേ? അതെടാ ഞങ്ങൾ കുറേ പൊടിക്കുമെന്ന് ആറാമോട് പറഞ്ഞു. ആടലാ? അതെ, ഫേമസ് ആടലാണും ആക്ടറാണ്. ഇവർ വീട്ടിലെന്താ ചെയ്യുക? അങ്ങനെ ഇറങ്ങി വന്നു ആറാം. അത് ഇവരെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ്റെ ഡാഡി വന്നു. ആറും ഇതാരാ? എൻ്റെ ഫ്രണ്ടാ. ആരാ? വാ വാ എന്ന് പറഞ്ഞകത്ത് ഒന്നു. നിങ്ങൾ ഫേമസ് ആഡളുടെ നിങ്ങൾ ബിസിനസ് മാൻ ആഡളിൻ്റെ അച്ഛനല്ല? അതെ അതെ. സാർ ഇവരെന്താ ആറമെന്താ ഇവിടെ ചെയ്യുന്നത്? നിങ്ങളുടെ മകൻ അല്ല മകനല്ല, എൻ്റെ പറഞ്ഞ ഹീറോയിൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞു. കേട്ട് ഷോക്കായി. എന്താ അറിയില്ല. ഒരു അർജൻറ്റായി മാരേജായി, ഇന്ത്യൻ ട്രഡീഷണൽ മാരേജായി, സീക്രട്ടാണ് അങ്ങനെ പറഞ്ഞു. നിങ്ങൾ ഫ്രണ്ട്സാണ് അതുകൊണ്ട് പറഞ്ഞതാണ് അങ്കിൾ പറഞ്ഞോട്ട് പോയി. ഹീറോ ഇറങ്ങി വന്നു. അത് ഷോക്കായി. എൻ്റെ മച്ച ഫ്രണ്ട് എല്ലാവർക്കും പറയാൻ തുടങ്ങി. എടാ വൈഫാ? അതെടാ നിനക്ക് ആറമ്മയുടെ നിറയെ കാര്യം പറയുമായിരുന്നു. ഹീറോയിൻ എങ്ങനെ ഫേമസ് എന്നറിയാം. ഫോട്ടോസ് ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത് ഫോണിൽ അവർക്ക് അടങ്ങി. ഹീറോയി വന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ പറയാൻ തുടങ്ങി. ശരി, അച്ഛനെ എന്തായാലും പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നാലും ഹീറോയ്ക്ക് മനസ്സിലായി. ശരി, ഓക്കെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഇത് സീക്രട്ടേ ഉണ്ടാവണം, മറ്റാരും അറിയിക്കാൻ കാലത്ത് ഹീറോയി പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു ബാക്കി മെമ്പേഴ്സ്. ശരി, ഓക്കെ. ഹീറോയും അങ്ങനെ ജോലിയായിട്ട് എൻജോയ് സ്മൈലായി സംസാരിക്കാൻ തുടങ്ങി. ഡേയ്സ് പറഞ്ഞ് അവർ ഫസ്റ്റ് ക്ലാസ്സിൽ ഹീറോയി പറയാൻ തുടങ്ങി. നിങ്ങൾ ജോയിൻറ്റ് മാഡം, അതല്ലേ ഞങ്ങൾ ജോയിൻറ്റും ഞങ്ങൾക്ക് എക്സാം ക്ലാസ് പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞിടും സാറ്, അതങ്ങ് ചെയ്യണം മാഡം. ഓക്കെ, ഹീറോയി പറയാൻ തുടങ്ങി. നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്താൽ മതി, വേറെ എവിടേക്കും പോകണ്ട, ഇല്ല പുറത്ത് പോയി മനസ്സിലാവും, നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചോന്ന് ഹീറോയി പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയി ഭയങ്കര ഹാപ്പിയായി പറയാൻ തുടങ്ങി. ശരി, ഓക്കെ, നിങ്ങളത് ഇവിടെ നിന്ന് പഠിച്ചോ. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയി നല്ലതായിട്ട് അത് പഠിക്കട്ടെ എന്ന് നന്നായിട്ട് ഇവിടെ വന്ന് പ്രോജക്റ്റ് അത് ഇവിടെ നിന്ന് സംസാരിക്കും. അത് ഒരു ദിവസം ആറും ഇങ്ങനെ വന്നുകൊണ്ടായിരുന്നു കാറിൽ കയറി. അങ്ങനെ മിയക്കു ഓക്കെ വീട് ഫോളോ ചെയ്യുന്നത്. മിയ ഫോളോ ചെയ്ത് വന്നു. വീട് അകത്ത് പോകും സെക്യൂരിറ്റി വീട്ടിലായിരുന്നു. ഡേയ്സ് ഇങ്ങനെ പോകാൻ തുടങ്ങിയായിരുന്നു. ഒരു ദിവസം അങ്ങനെ മിയ ആറമ്മക്ക് പ്രൊപ്പോസ് ചെയ്യാമെന്ന് മിയ പ്ലാൻ ചെയ്തു. അങ്ങനെ മിയ പറയാൻ ആറമ്മിന് ഫ്രണ്ട്സ് ആയിരിക്കാണ്. ആറം പറഞ്ഞു. ശരി, ഓക്കെ, ഇവരെന്താ സംസാരിക്കാമെന്ന് വിട്ടു മിയ. ഒന്നില്ല ആറം, എനിക്കിനി കുറച്ച് സംസാരിക്കണം ആറമ്മ എന്ന് പറഞ്ഞു. ഷുഗർ വിളിച്ചു. ആറം ഇന്നും പോയോ? അങ്ങനെയായിട്ട് അപ്പനെ കുറച്ച് ഷാഡായി. അങ്ങനെയായിട്ട് ഞാൻ എപ്പോൾ പ്രൊപ്പോസ് ചെയ്യാമെന്ന് അപ്പനെ പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ശരി, ഓക്കെ, അങ്ങനെ മീറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ട്രിപ്പ് ഇങ്ങനെ കുറച്ച് ബീച്ച് സൈഡ്, ഹീറോയ്ക്ക് ബീച്ച് സൈഡ് ഷൂട്ടിംഗ് ആയിരുന്നു. അങ്ങനെ ഷൂട്ടിംഗ് പ്ലേസിലേക്ക് അവിടെ വന്നിരുന്നു. അതെ, ഷൂട്ടിംഗ് പ്ലേസ് ആയിരുന്നു. ആ പ്ലേസിൽ നിറയെ ആഡ് ഷൂട്ടിംഗ് ഉണ്ടായി ഹീറോയ്ക്ക്. അങ്ങനെ ബീച്ച് സൈഡിൽ ഷൂട്ടിംഗ്. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം പറയാൻ തുടങ്ങി. എഴുമച്ച് ബീച്ചിൽ ഷൂട്ടിങ്ങുകളുണ്ട്, ബാക്കപ്പ് അങ്ങനെ വീഡിയോസ് എല്ലാം കഴിഞ്ഞ് ഹീറോയി ട്രിപ്പ് പോകുമ്പോൾ അങ്ങനെ ബോയ്സ് യൂസ് ചെയ്യുക. ഇങ്ങനെ സ്കൂളില്ല അല്ലെ, ഹീറോയി പറയാൻ തുടങ്ങി. നിങ്ങൾ കൂടെ വാന്ന്. ശരി, ഓക്കെ മാഡം എന്ന് പറഞ്ഞു. ഇത് മിയാൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങി. അവരോടൊക്കെ പോയി ഞാനോടൊക്കെ പോകുന്നത്. അങ്ങനെ മിയ വന്നു. മിയക്ക് അറിയില്ലായിരുന്നു
ആറമ്മക്ക് മാരേജ് കാര്യം മിയ അവിടേക്ക് വന്നു. അങ്ങനെ ആറാമ്മിൻ്റെ കൂടെ ആറാം ഫ്രണ്ട്സോട് പറയായിരുന്നു. അങ്ങനെ ജോലിയായിട്ട് ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞു. ഹീറോയി ഇപ്പോൾ ഷൂട്ടിങ് ചെയ്തായിരുന്നു. മിയ വന്നു, ഓടി വന്നു ആറാമോട്. അങ്ങനെ മിയ ഓടി വരുന്നു കണ്ടു. അങ്ങനെ ഹീറോയിൻ ഇങ്ങനെ യഥാർത്ഥം അവിടെ ഇരുന്ന് കൂൾ ഡ്രിങ്ക്സ് കുടിച്ച് യഥാർത്ഥം നോക്കുമായിരുന്നു. ഹീറോയിൻ ചോദിച്ചു തന്നത്. മിയ ഓടി വരുന്നു കണ്ടു. ഇത് കണ്ട് ഹീറോയിൻ ഷോക്കായി. ഇതേതാ പെണ്ണ് അങ്ങനെയായിട്ട്. അങ്ങനെ ശരി സെക്യൂരിറ്റിയുടെ ജ്യൂസ് കുടിച്ച് മെല്ലോണ് നടന്നു വരാൻ തുടങ്ങി. അങ്ങനെ നടന്നുകൊണ്ട് ആരം എൻ്റെ കൂടെ കുറച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞു. ഹീറോയിൻ വിളിക്കാം, തനിയെ സംസാരിക്കണം. ഹീറോ ഇങ്ങനെ കയ്യിലിങ്ങനെ കാട്ടി. അങ്ങനെ മാനേജർ വന്നു. ഓക്കെ കൂൾ ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞു, ഇവരെന്ത് സംസാരിക്കാൻ നോക്കുക. അങ്ങനെ ഹീറോയിൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആറാം പറഞ്ഞു ഇവിടെ ആരുമില്ല പറഞ്ഞു വന്നിട്ട്. അങ്ങനെ അവളൊന്ന് ചെയ്യാൻ തുടങ്ങിയിരുന്ന ഇവിടെ ഇരുന്നു, ഇപ്പം ഞാൻ വരാൻ പറഞ്ഞിട്ട് അവൾ റെഡി ഉണ്ടാക്കിയ സാധനമെല്ലാം എടുത്തുകൊണ്ട് വന്ന് ആറമ്മക്ക് പ്രപ്പോസ് ചെയ്തു. ഇതുകൊണ്ട് ഹീറോയ്ക്ക് ടെൻഷനാവാൻ തുടങ്ങി. ഹീറോയ്ക്ക് ടെൻഷന് മണ്ടയ്ക്ക് കയറി. ഹീറോയി പറയാൻ തുടങ്ങി ഇത് പിട്ടവ ശരിയാവല്ല. ഹീറോയ്ക്ക് ടെൻഷനാണ്. കുറച്ച് ആറമ്മന് ഹീറോയ്ക്ക് പിടിക്കുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡൊക്കെ ഇവൾ പ്രപ്പോസ് ചെയ്യുമെന്ന് ടെൻഷനായി ഹീറോയി. എന്ത് ചെയ്യാം ഇപ്പം ഞാൻ? ചെറിയ കുട്ടികളത് തല്ലുണ്ടാക്കണമല്ലോ. ഇപ്പം എന്താ ചെയ്യുക? വേറെ വഴിയില്ല. ശരി ഇപ്പോൾ വേറെ വഴിയില്ല. അങ്ങനെ പ്രപ്പോസ് ചെയ്യായിരുന്നു. ആറമ്മക്ക് സെക്രട്ടറി പറഞ്ഞു നീ പോടാ എടുക്കുക. മാം വിളിക്കുക അങ്ങനെ പറഞ്ഞു. അങ്ങനെ സെക്രട്ടറി ഒരുപാട് അവൾ നോക്കിയിട്ട് പോയി. എൻ്റെ മാമിൻ്റെ ഹസ്ബൻഡ് പ്രപ്പോസ് ചെയ്യാൻ മുറിച്ചിട്ട് പോയി. ഇവരെ മുറിക്കുന്നത് മാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശരി ഓക്കെ എന്ന് ആറം പറഞ്ഞു. അങ്ങനെ ട്രിപ്പ് ഇങ്ങനെ ഇത് കഴിഞ്ഞു. കുറച്ച് നാളാണ് ട്രിപ്പാണ് ഷൂട്ടിങ് പറഞ്ഞ 4 നാൾ ലീവാണ് ആറമ്മക്ക്. അങ്ങനെ 4 നാൾ ലീവ് പറഞ്ഞ് ആറമ്മ എൻജോയ് ചെയ്തു. അങ്ങനെ ട്രിപ്പ് മാറി ആ പ്ലേസ്. അങ്ങനെ 4 നാൾ കഴിഞ്ഞ് ട്രിപ്പിന് ആറമ്മക്ക് ബിസിയായി. ആറം പഠിക്കാമായിരുന്നു. ഹീറോയി പറയാൻ തുടങ്ങി ശരി ഓക്കെ ഇപ്പോൾ കുറച്ച് അവനെ വിട്ടോളാം, പിന്നെ നോക്കിയോളാം. ഹീറോയി ഷൂട്ടിങ് ബിസി ആവാൻ തുടങ്ങി. ഹീറോയി പാട്ട് ഡാൻസ് എല്ലാം ബിസി ആവാൻ തുടങ്ങി. ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങി. ഓക്കെ ഇങ്ങനെ ഹീറോയി കോളേജൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു. എല്ലാവരും ഉള്ളത് ചെയ്യുമായിരുന്നു. അങ്ങനെ ആറമ്മക്ക് അവളവിടെ വെച്ച്